സ്വർഗത്തിൽ മുന്തിരി ഉണ്ട്, ഉറുമാമ്പഴം ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു തുടക്കാണ്. മുന്തിരി ഉറുമാമ്പഴം മാത്രമല്ല, ചിക്കനൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ തുടക്കാണ്. 40 വീടുകൾ ചേർന്ന ഒറ്റ വീടുണ്ട്, അതും തുടക്കാണ്. വസ്ത്രം, മരത്തിൽ കായ്ച്ചു നിൽക്കുന്ന വസ്ത്രമുണ്ട്, അതിൻ്റെ അടിയിൽ ശരീരത്തിൽ ധരിക്കാനുള്ള ആഭരണങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ തുടക്കാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നിഅമത്തുകളുടെ ഭവനമാണ്. നിഅമത്തിലെ അവസാനത്തെ നിഅമത്തിൽ ലിഖാ ആണ്, അള്ളാനെ കാണലാണ്. ദുന്യാവിൽ ഒരേ ഒരു മനുഷ്യന് മാത്രമാണ് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായത്, അത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലിഖാഇന് ഒരു പ്രത്യേകതയുണ്ട്, ലിഖാഇന് മറവി ഉണ്ടായിരിക്കുമെന്നാണ്. സ്വർഗത്തിൻ്റെ വലിയൊരു പ്രത്യേകത തന്നെ മറവിയാണ്. ഒരാള് ദുന്യാവിൽ ഇങ്ങനെ നല്ല മട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓനുണ്ട്, ഓൻ്റെ ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. അന്തസ്സായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മൂത്ത കുട്ടിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടായി. അവസാനം തിരുവനന്തപുരത്തായി, കുട്ടി മരണപ്പെട്ടു. അതേ അസുഖം 2ാമത്തെ കുട്ടിക്ക് തുടങ്ങി, പൈസ ഒരുപാട് ചെലവായി, കുട്ടി മരണപ്പെട്ടു. അല്ലാഹു നമ്മളൊക്കെ മക്കൾക്ക് ദീർഘായുസ്സ് തരട്ടെ. പിന്നെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യക്ക് തലക്കൊരു വേദന തുടങ്ങി. പരിശോധിച്ച് നോക്കുമ്പോൾ ട്യൂമറാണ്. അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മൊത്തം ചെലവായി, പക്ഷെ മരണത്തിന് കീഴ്പ്പെട്ടു. വീട് വരെ വിറ്റു. ഒരു റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് ഇങ്ങനെ പോരുമ്പോൾ മോട്ടോർ സൈക്കിൾ വന്നുങ്ങാണ്ട് ഇങ്ങോട്ട് കുത്തിങ്ങാണ്ട് ഓനും മരിച്ചു. മൊത്തം കഴിഞ്ഞു. ഓൻ നാളെ മഹ്ശറയിൽ വരും, സ്വർഗത്തിൽ. അല്ലാഹു തആല ഓനോട് ചോദിക്കുന്നതാണ്, എന്തൊക്കെ വർത്താനം എന്ന് ചോദിക്കുമ്പോൾ പറയും, വളരെ സന്തോഷമാണ്, സുഖമാണ്, അൽഹംദുലില്ലാ എന്ന് പറയും. അപ്പൊ അള്ളാഹുവിന് ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവുമെന്നാണ്. മനുഷ്യ, ദുന്യാവിലേക്ക് താമസിക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത കുട്ടിക്കൊരു ദണ്ണ ഉണ്ടായില്ലേ എന്ന് ചോദിക്കും, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് പറയും, ആ അത് ശരിയാണ് പഠിച്ചോനെ, അങ്ങനെ ഉണ്ടായിരുന്നു, സാരമില്ല എന്ന് പറയുന്നതാണ്. അങ്ങോട്ട് ദുനിയാവിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളത് മറന്നു എന്നുള്ളതാണ് സ്വർഗത്തിന്റെ വലിയൊരു നിഅമത്ത് എന്നുള്ളതാണ്. മറവിയാണ് സ്വർഗത്തിന്റെ വലിയ നിഅമത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തും, അതേ അസുഖം പിന്നെ എൻ്റെ 2ാമത്തെ കുട്ടിക്കുണ്ടായിട്ട് മരിച്ചില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ഓനത് ഓർമ്മ വരുന്നത്, ആ പഠിച്ചോനെ അങ്ങനെ ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല എന്ന് പറയുന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു ഓർമ്മപ്പെടുത്തും, എടാ മനുഷ്യ, എൻ്റെ ഭാര്യക്ക് തലക്കൊരസുഖം ഉണ്ടായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മൊത്തം ചെലവായി, പെരയും വിറ്റ് ചികിത്സിച്ചിട്ട് അവസാനം മരണത്തിന് കീഴടങ്ങിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വർഗാവകാശിയായ മനുഷ്യൻ പറയും, പഠിച്ചോനെ അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അള്ളാഹു ചോദിക്കും, ഒരു റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാണ്ട് ആരും ശല്യം ചെയ്യാതെ റോഡിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ